തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ എന്നത് ആളുകൾ വളരെ നെഞ്ചിടിപ്പോടെ കാണുന്ന ഒരു തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ദിവസത്തെ അതിനെ വളരെ ഒരു ഉത്സവത്തിന്റെ ഒരു ആഘോഷത്തിന്റെ രീതിയിലേക്ക് ആ വോട്ടെണ്ണൽ ദിവസത്തെ മാറ്റാൻ കഴിഞ്ഞു. അത് പ്രേക്ഷകർ വലിയ തോതിൽ സ്വീകരിച്ചാണ്. ഞാൻ ചുരുക്കം ചില പരീക്ഷണങ്ങൾ മാത്രം പറയുകയാണ്. അപ്പോൾ അതിൽ SKN സാറിനൊപ്പം ആ ടീമിൽ 2-3 ഘട്ടങ്ങളിലായി ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് തന്ന ഒരു അനുഭവം ചെറുതല്ല. ഒരു ദിവസം എർലി മോർണിംഗ് മുതൽ കൗണ്ടിങ് കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് വരെയുള്ള ഏതാണ്ട് ഒരു 6-7 മണിക്കൂർ തുടർച്ചയായി ഇങ്ങനെ തമാശയും കാര്യവും സങ്കടവും സന്തോഷവും ഒക്കെ പങ്കിട്ട് നമ്മൾ ന്യൂസ് ഡെസ്കിൽ അത് മുഴുവൻ പ്രേക്ഷകരെ കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതൊരു വല്ലാത്ത അനുഭവമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വോട്ടെണ്ണൽ ദിവസം ഏതാണ്ട് 5 ലക്ഷത്തിൽ പരം ആളുകൾ, ഏതാണ്ട് 6 ലക്ഷത്തോളം ആളുകൾ ഒരേ സമയം യൂട്യൂബിൽ കണ്ടു. അതൊരു ഏഷ്യൻ റെക്കോർഡാണ്. ഇപ്പോഴും ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല ഏഷ്യൻ റെക്കോർഡ്. അതിപ്പോഴും 24 പേര് കിടക്കുന്നുണ്ട്. പിന്നീട് എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ സമാനമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വേറൊരു ഉദാഹരണം കൂടെ പറയാം. നെഹ്റു ട്രോഫി വള്ളംകളി. സാധാരണ വള്ളംകളിക്ക് ആളുകൾ ഇപ്പോൾ ഒരു കമന്ററി പറയുന്നതിനപ്പുറത്തേക്ക് തലക്കെട്ടൊക്കെ കെട്ടി മുണ്ടൊക്കെ കൊടുത്ത് കൈലിയൊക്കെ കൊടുത്ത് 2-3 പേര് നെഹ്റു ട്രോഫിയുടെ ആവേശം, ഒരു കുട്ടനാടുകാരനായി നിന്ന് ഈ നെഹ്റു ട്രോഫിയിലെ കരക്കാരുടെ കൂടെ ആഘോഷത്തോടെ ഒരു നെഹ്റു ട്രോഫി മുഴുവൻ നമ്മൾ അങ്ങനെ നൽകുകയായിരുന്നു പ്രേക്ഷകർക്ക്. അപ്പോൾ അത് നമ്മൾ 24 തുടങ്ങി വെച്ചതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും ആ വഴിയെ വന്നിട്ടുണ്ട്. നെഹ്റു ട്രോഫി ഒരു ഫെസ്റ്റിവലായി, മാധ്യമ സ്ഥാപനത്തിൽ വാർത്താ സ്ഥാപനത്തിന്റെ ഒരു ഫെസ്റ്റിവലായി മാറിയിട്ടുണ്ട്.